ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കണ്ടാലോ. ഇത് രേഷേട്ടന് ഓഫീസിൽ നിന്ന് ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ. ആരാ രേഷയുടെ ക്രിസ്മസ് ഫ്രണ്ട്? ശുഭ എന്ന് പറഞ്ഞിട്ട് കുട്ടി കൊടുത്തതാണ്. അപ്പോൾ താങ്ക്സ് ശുഭ. നിങ്ങൾ എന്താ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്തത്? പെന്നാ കൊടുത്തത്. ഈ മനുഷ്യനുണ്ടല്ലോ, നേരത്തെ ഞാൻ ഈ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി തരാമെന്ന്. സമയമായപ്പോൾ മറന്നുപോയി, എല്ലാ തവണത്തെ പോലെ. പിന്നെ എന്താ കാണിച്ചു കൊടുത്തതെന്ന് എവിടുന്നോ പെൻ കിട്ടിയെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാവേ. എനിക്ക് പൊട്ടിക്കാൻ തന്നെ എനിക്ക് എന്താ അറിയത്തില്ല. ഈ ബബിൾ റാപ്പ് കാണുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചിലെ മുതൽ അത് പൊട്ടിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ്. ഞാൻ വീട്ടിലെ ചോറും കറിയും വെക്കാതെ പോലെ ഇതിരുന്ന് വെറുതെ ഇരുന്ന് ചില സമയത്ത് പൊട്ടിക്കാറുണ്ട്. ഫുൾ ക്രിസ്റ്റൽസ്. ആക്ച്വലി ഈ ക്രിസ്റ്റൽസിനോട് എനിക്ക് ഭയങ്കര ക്രേസ്. അന്ന് ഗോവയിൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരു ക്രിസ്റ്റൽ വാങ്ങിക്കണം, ഇതേപോലത്തെ അല്ല, ഫുള്ളായിട്ടുള്ള ക്രിസ്റ്റലില്ലേ, അത് വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഭയങ്കര അവർക്ക് വില പറഞ്ഞത് കൊണ്ടിട്ടാണ്, ഞാൻ അവരുമായിട്ട് ചേരാതെ പോയത് കൊണ്ടിട്ട് ഞാൻ വാങ്ങിക്കാതെ പോയതാണ്. മനസ്സറിഞ്ഞതുപോലെ കുറേ ക്രിസ്റ്റൽസ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഓസം. പൊട്ടിക്കാൻ കൊണ്ടുവരാൻ ഏത് പരിപാടിക്ക് പോയാലും സാരിയില്ല, നമുക്ക് കൈകളുണ്ട്. എന്ത് രസമല്ലേ ഇത് തുറക്ക്. ഇതിന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായില്ലേ? ഓ, താഴെ വരെ ക്രിസ്റ്റൽ ഉണ്ട്. താഴെ ഇവിടെ ക്രിസ്റ്റൽ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിലാണല്ലോ ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ അതിൻ്റെ വിലയിൽ നോക്കിയിട്ടല്ല നമ്മൾക്ക് സന്തോഷം വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ചില സാധനങ്ങളോട് ഭയങ്കര ക്രേസാണ്. പ്രത്യേകിച്ച് ക്രിസ്റ്റൽസ്, അതിന് വേണ്ടി വെച്ച പോലെ ഒരു സാധനം. എന്താ അല്ലേ? ശിവയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണെന്ന് തോന്നുന്നു. നിനക്കാ? ഇതിന് നാളെ തന്നെ ശുഭയുടെ എടുക്കൽ പറഞ്ഞേക്കണം കേട്ടാ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ നിങ്ങളുടെ ഫ്രണ്ടിന് ഞാൻ ഗിഫ്റ്റ് എടുക്കാമെന്ന്, അപ്പം മറന്നുപോയി. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.